കാണിക്കുന്നേ? ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ്. ദേഷ്യത്തിൽ എല്ലാരും ചുവക്കും. നിങ്ങൾ എന്താ കറുത്തിരിക്കുന്നേ? കാരണം ഞാൻ മേഘമാണ്. നിങ്ങൾക്ക് ആരോട് ഇത്ര ദേഷ്യം എന്ന് പറയൂ? മനുഷ്യരോടാണ്. അവര് നമ്മളെ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നെന്ന് അറിയോ? എങ്ങനെ ഉണ്ടായിരുന്ന നമ്മൾ ഇങ്ങനെയായി. ഇപ്പൊ മിക്കപ്പോഴും എനിക്ക് ദേഷ്യം വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ശരി, ഈ മനുഷ്യർ നമുക്ക് നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കണം. പാഠം പഠിപ്പിക്കാനാണോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ. ഒരു ചെറിയ മേഘത്തിന് പോലും ഞാൻ നന്നായിട്ട് ട്യൂഷൻ എടുത്തിട്ടുണ്ട്, അറിയാമോ? നീ ഇങ്ങനെ വെറുതെ കിടന്ന് ചിളയ്ക്കാതെ. മനുഷ്യരെ പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന അർത്ഥം, കേട്ടോ? എനിക്ക് ദേഷ്യം കൂടിക്കഴിഞ്ഞ് ഞാൻ ഇവരെ നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നന്നാവില്ല. എപ്പോഴാ? ഇന്നിവരുന്നൊരു പാഠം പഠിക്കുമെന്ന് തോന്നുന്നു. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴുന്ന അവസ്ഥയാണിപ്പോ. പക്ഷെ ആരാ കുഴി തോണ്ടിയത്? ഓ, ഇതൊരു പഴഞ്ചൊല്ല. നിനക്കിതിനെ കുറിച്ച് അറിയില്ല ഇത്ര പോലും? പഴഞ്ചൊല്ലൊക്കെ അറിയാം. നല്ലത് ചെയ്യും കടലിൽ എറിയാന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യർ കടലിൽ വലിച്ചെറിയുന്ന വൃത്തികെട്ട സാധനങ്ങൾ അത് അവരുടെ നല്ലതിനല്ല. അവർക്ക് നാശമുണ്ടാവും. കടലിൽ നിന്നാണ് മേഘങ്ങൾ ഉണ്ടാവുക. ദേഷ്യം കൂടിക്കഴിഞ്ഞ് ഞാൻ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, തടയാൻ പറ്റില്ല. എന്നെ ആർക്കും തടയാനാവില്ല. പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്റെ ദേഷ്യം കൂടിയിരിക്കുകയാണ്. ആർക്കെങ്കിലും പറ്റുമോ എന്നെ വന്ന് തടയാൻ? ഇത് കണ്ടോ, ഞാനൊരു ടോർച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഹിൽ സ്റ്റേഷനിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് യൂസ് ആവുമല്ലോ. അതെ അതെ, ശരിയാണ്. ബുദ്ധിയില്ലാത്തവർക്കൊക്കെ വെളിച്ചത്തിന്റെ ആവശ്യം അത്യാവശ്യമാണല്ലോ. എന്നെ കണ്ടില്ലേ, ഞാൻ സ്വെറ്ററൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാ, എന്നെ പോലെ അറിവില്ലാത്തന്റെ അടുത്ത് ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ പോയി സ്വെറ്റർ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇനി അവിടേക്ക് പോകുന്നത്. ഒരു പണി, നീ പോയി ഹീറ്റർ എടുത്തിട്ട് വാ. അല്ല, നീ മനസ്സിൽ ഓർക്കുന്നതിന് മുമ്പേ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കും കേട്ടാ. ഓ, എന്താ ഇവിടെ ഒരു ബഹളം? ഭൂതം ബോസേ, ഹിൽ സ്റ്റേഷനിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. റെഡിയാവും അത്രേ. ഇവൻ ടോർച്ച് കൊണ്ടാ വന്നിരിക്കുന്നത്. ഇത് നോക്കിയ ബോസേ, ഇവൻ സ്വെറ്ററും ഹീറ്ററും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഭൂതം ബോസേ, ബോസേനെ ഒന്ന് പറഞ്ഞേ, ഞങ്ങളിൽ ആരാണ് കഴുത? ഡോങ്കി ഹിയർ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിയില്ലല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ ഭൂതം ബോസേ, ഞാനല്ലേ കുറച്ച് ബുദ്ധിശാലിയായിട്ട് നടക്കുന്നത്. ഇത് നോക്കേ, എല്ലാരും മറന്നുപോയല്ലേ. പക്ഷേ ഞാൻ പ്ലെയിനിൽ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, 3 പ്ലെയിൻ ടിക്കറ്റ്സ്. ഇത് വളരെ വിഡിത്തമാണല്ലോ. നമ്മൾ 3 പേരും ഭൂതങ്ങളല്ലേ? അതെ ബോസേ, മനുഷ്യരുടെ കൂടെ താമസിച്ച് അവരെ പറ്റി ആലോചിച്ച് എക്സൈറ്റ്മെന്റിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹോളിഡേ ആവശ്യമാണെന്ന് തോന്നുന്നു. ശരിയാണ് ബോസേ. എങ്കിൽ ശരി, വരൂ. നേരം വെളുത്തല്ലോ. ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് ഹില്ലിലേക്ക് പോകാം. അല്ല, മഞ്ഞെവിടെ പോയി? നമ്മൾ ഈ മഞ്ഞിൽ കളിക്കാൻ വേണ്ടിട്ടല്ലേ ഈ ഹിൽ സ്റ്റേഷനിലേക്ക് വന്നത്. ഇവിടെ മഞ്ഞുമില്ല, തണുപ്പുമില്ല. ഓ, ഈ ഡ്രസ് ഇട്ടിട്ട് വല്ലാതെ വിയർക്കുന്നു. വരൂ, നമുക്ക് പുഴയിൽ ചെന്ന് കുളിക്കാം. ഇവിടെ വളരെ ഫേമസ് ആണത്. വരൂ, പോകാം. പുഴയുള്ള സ്ഥലത്ത് ഇതെങ്ങനെയാ ഗ്രൗണ്ടായി മാറിയത്? ഓ, കുട്ടികളൊക്കെ കളിക്കുകയാണല്ലോ. അയ്യോ, പുഴ കാണുന്നില്ലല്ലോ. പക്കേല, പുഴ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ അതില് വെള്ളമാണ് ഇല്ലാത്തത്. ഞാൻ കാണുന്നുണ്ട്, അങ്ങോട്ട് നോക്കിയേ. അവിടെ എങ്ങും ഒന്നുമില്ല. ഹിൽ സ്റ്റേഷനിൽ എന്തൊരു ചൂടാണ്. ഇവിടെ ഹിൽസ് ഒക്കെ ഉണ്ട്, പക്ഷെ തണുപ്പില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കണത്? ഇതൊക്കെ എങ്ങനെയാ ഇവിടെ സംഭവിച്ചതെന്നൊന്ന് ചോദിക്കേ. നിനക്ക് ചോദിച്ചൂടെ? ഇതിന്റെ വായിലെന്താ തൈര വെച്ചിരിക്കണത്? അതെ. പക്ഷെ ബോസ്, ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കൂ തക്കേല, നമ്മൾ ഭൂതങ്ങളാണ്. നമ്മൾ തന്നെ വേണം നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. പക്ഷേ ഞാൻ മനുഷ്യരെ കുറിച്ചാണ് ഓർമ്മിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ എല്ലാ സ്ഥലത്തും ക്ലൈമറ്റ് മാറ്റുവാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ
ബോസ്. ഇന്ന് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാം. നാളെ വേറെ വല്ല ഹിൽ സ്റ്റേഷനിലേക്ക് പോവാം. എന്താ പറയണത്? ഈ രാത്രി മുഴുവൻ ചൂടി തന്നെ ഇരിക്കണമെന്നോ? ഓ നോ. ഓ യെസ്. ആഹാ, രാത്രിയുടെ ഈ സൗന്ദര്യം എന്ത് മനോഹരമാണല്ലേ. പക്ഷെ ഭയങ്കര ചൂടല്ലേ? ഇത് തക്കേലെ പോലെ തന്നെയുണ്ട്, തണുപ്പേ വരുന്നില്ല. ഓ തക്കേല AC. ഇപ്പൊ നോക്കൂ, ഈ തണുപ്പോണ്ട് നീ വിറച്ചു പോവും. ഇപ്പൊ നോക്കിക്കോ മോനെ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെയുള്ള അത്ഭുത കാര്യങ്ങളൊക്കെ എപ്പോഴും ഭൂതങ്ങളല്ലേ ചെയ്യാം. ഇതിനാണ് ഇപ്പോൾ പ്രകൃതി ചെയ്യുന്നത്. വരൂ, നമുക്ക് ആ മരത്തിൽ ചെന്ന് വേഗം വരൂ. ബോസ് അങ്ങോട്ട് നോക്കിയേ. കാലത്ത് നല്ല വെയിലും ഇപ്പൊ മഴയുമാണല്ലോ. ഈ പ്രകൃതിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? ബോസേ അങ്ങോട്ട് നോക്കിയേ, ആരോ വെള്ളത്തിൽ വീടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വീടുണ്ടാക്കിയതല്ല, വെള്ളത്തിൽ വീട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വരൂ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇങ്ങനെ പോയാൽ ഈ ഗ്രാമം മുഴുവനും നശിച്ചു പോകുന്നാണല്ലോ തോന്നുന്നത്. ഓ, ഈ മഴ നിൽക്കുന്ന ലക്ഷണമില്ലല്ലോ. നമ്മളിവിടെ എത്തിച്ചേരാൻ ഒരുപാട് ലേറ്റായെന്ന് തോന്നുന്നു. ഈ കുട്ടികളുടെ ജീവൻ അപകടത്തിലാണല്ലോ. ഇവരെ എങ്ങനെയാണ് ഇപ്പൊ രക്ഷിക്കുക? മോനെ, എടാ പേടിക്കണ്ട മോനെ, പേടിക്കണ്ട. ഇവര് വെള്ളത്തിൽ ഒഴുകി പോകുന്നതിന് മുൻപേ നമുക്ക് ഉടൻ ചെന്ന് ഇവരെ രക്ഷിക്കണം. ബോസേ ബോസേ അങ്ങോട്ട് നോക്കിയേ. എവിടെ? ഓ, ആ പെൺകുട്ടിയും അപകടത്തിലാണല്ലേ. പക്കേല വേഗം ആവട്ടെ. ഈ തിരമാല വളരെ വലുതാണ്. കൊച്ചിനെ എടുക്കൂ. പക്കേല ഇറക്കാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കൂ. വേഗം.
നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എങ്ങനെയാ അവളെ രക്ഷിച്ചുവല്ലോ. പക്ഷെ ഇവള് ആരാണ്? ഇവള് എവിടെയാ വിടുക? കുട്ടി ഉറങ്ങുമല്ലേ, ഇവിടെ തനിച്ചു വിടാൻ പറ്റില്ല. ഇവളെ നമ്മൾ വേണം വളരെ ശ്രദ്ധിച്ചു നോക്കാൻ. ഓ നോ, ഈ മേഘങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ എന്റെ മൂഡ് ഒട്ടും ശരിയല്ല. ഓ ഓ, വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എല്ലാം ശരിയാകുന്നേ. ഇന്നലെ രാത്രി പെയ്ത മഴ കൊണ്ട് ആകെ വെള്ളപ്പൊക്കം വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? എന്തായാലും സംഭവിച്ചത് നന്നായി. നല്ല രീതിയിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഞാരടുത്ത് എന്ത് പറഞ്ഞൂന്ന്? നമ്മൾ ആരടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് വെറുതെ പറഞ്ഞു പോയതാ. അതെ അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വെറുതെ എന്റെ അടുത്ത് കിടന്ന് ഒച്ചയിടാൻ നിക്കണ്ട. ഒച്ചയിട്ടൊന്നുമല്ല, നിന്നോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഈ മനുഷ്യര് കാരണം യാചിക്കേണ്ടിയാ വരുന്ന. എന്ത്? മനുഷ്യരടുത്ത് യാചിക്കണോ? ഇല്ല, യാചിക്കേണ്ട സ്ഥിതി വരെ അവര് നമ്മൾ എത്തിച്ചു. എത്ര പൊല്യൂഷൻ, എത്ര ഗ്യാസസ് കണ്ടില്ലേ? ഞാൻ ഒന്നുകൂടി ഇരുണ്ടു. എനിക്ക് സഹിക്കാനാവുന്നില്ല, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ദേഷ്യം കൂടിയിട്ട് പൊട്ടിത്തെറിക്കാനാ തോന്നുന്നത്. ഒരു കൂട്ടർ തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്യാത്തവരാണ് അനുഭവിക്കുന്നത്. ആരാ ഇതൊക്കെ ചെയ്യുന്നത്? ആരാ അനുഭവിക്കുന്നത്? മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏത് മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ ഈ ദേഷ്യം കാരണം പാവമായ ജനങ്ങൾ കുറെ അനുഭവിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ഹായ്. നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഭൂതങ്ങളാണ്. തക്കേല, നീ അവളെ സമാധാനിപ്പിക്കുകയാണോ അതോ പേടിപ്പിക്കുകയാണോ? പേടിക്കണ്ട മോളെ, ഇവൻ വെറുതെ കളിക്ക് പറയുമല്ലേ. മോളുടെ പേരെന്താണെന്ന് പറഞ്ഞേ. മുനിയ, നീ എവിടെ താമസിക്കുന്നത്? വീട്ടില്. നല്ല തമാശ. മോളെ, വീട് എവിടെയാ ഉള്ളത്? എനിക്ക് അറിയില്ല. ശരി, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ആരുമില്ല. നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഉണ്ട്, പക്ഷേ ഇല്ല. വെള്ളപ്പൊക്കം വന്നപ്പോ അവര് കടയിലായിരുന്നു. എവിടെയാ ഉള്ളത് മോളെ? ഗ്രാമത്തില്. ഏത് ഗ്രാമത്തിൽ? അത് എനിക്കറിയില്ല. എന്താ മോളിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നത്? കരയല്ലേ? നിങ്ങളിത് കണ്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കണ്ടില്ലേ, നല്ല ലഡുവാണ്. എടുത്തോളൂ, മോക്ക് നല്ല വിശപ്പില്ലേ, ഇത് കഴിച്ചോളൂ. വിഡ്ഢി, എന്തായി കാണിച്ചത്? അവള് കഴിക്കുന്നത് എന്തിനാ ഇല്ലാതാക്കിയത്? സോറി, ഞാൻ ഇമോഷണൽ ആയി പോയി. ഇവളുടെ വിഷമം മാറ്റാനാണ് അങ്ങനെ ചെയ്തത്. ഈ വെള്ളപ്പൊക്കം കൊണ്ട് എത്ര പേരാ കഷ്ടപ്പെടുന്നത് നോക്കി. അതെ, പക്ഷെ പെട്ടെന്നൊരു പ്രളയം എന്തിനാണ് വന്നതെന്നാണ് മനസ്സിലാവാത്തത്. മേഘങ്ങളെ കാരണം. മേഘങ്ങൾ ഞങ്ങളോട് ദേഷ്യത്തില്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മേഘങ്ങൾക്ക് ദേഷ്യമായിട്ടുണ്ടാകുന്നു. അതെ, അച്ഛൻ എന്റെ അടുത്ത് പറയും, നമ്മളെ പരിസരങ്ങൾ വൃത്തിയാക്കാതെ വെക്കുന്നത് കൊണ്ടാണ് മേഘങ്ങൾക്ക് ദേഷ്യം വരുന്നതെന്ന്. അത് വെറും മേഘങ്ങളല്ലേ, മേഘങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വരാനാ? എന്താ പക്കേല ഇത്? ഇവളുടെ അച്ഛൻ ഇവൾക്ക് നല്ലൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇവൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. കഥയാണെങ്കിലും ശരി, ഇവൾ പറഞ്ഞതിൽ എന്തോ അർത്ഥമുണ്ട്. നിങ്ങൾ ചെന്നൊന്ന് നോക്കിയിട്ട് വരൂ. ഇവളെ അവളുടെ കുടുംബത്തിന് കൂടെ നമുക്ക് ചേർക്കേണ്ടതല്ലേ. പിന്നെ മറ്റൊരു കാര്യം, അവിടെ നമ്മുടെ സഹായം ആർക്കെങ്കിലും വേണമെന്നും നോക്കൂ. അതിനുള്ളിൽ ഈ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓഹോ,
എന്റെ ദൈവമേ, ഇത്തവണയും മഴ പെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദാരിദ്ര്യം കൊണ്ട് വിശന്ന് ചത്തുപോകും. ഓഹോ, മേഘം വരുന്നുണ്ട്, കാർമേഘം വരുന്നുണ്ട്. ഓഹോ, മഴ വരുന്നു. ആഹാ, നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നേ. എനിക്ക് ദേഷ്യം വരുന്നു. ഇവര് സന്തോഷിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. നമുക്ക് പോകാം. എനിക്ക് മൂഡ് ശരിയില്ല. മേഘമേ, മഴ പെയ്യൂ. മഴ പെയ്യാതെ പോരുത്. എങ്ങോട്ടായി പോണത്? ഓഹോ, ആ. എന്റെ അമ്മോ, ഈ മഴയത്തെ കൃഷിയെല്ലാം നശിക്കുമല്ലോ. ആ മഴയൊന്ന് നിൽക്കോ. ആ, ആ, ഉം. അതേ മേഘം ചേട്ടാ, എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തു? അല്ല, അതിരിക്കട്ടെ, താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ദേഷ്യപ്പെടാനൊന്നുമില്ല. ഞങ്ങള് മഴ പെയ്യുന്നത് നിർത്തണമെന്ന് പറയാനാണോ താൻ വന്നിരിക്കുന്നത്? സമാധാനിക്കെന്ന് പറയാൻ വന്നതാവും. അതെ, നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണല്ലോ. അറിയാം. ബുദ്ധിമുട്ടായിട്ട് എന്താ കാര്യം? ഒന്നും നടക്കൂല, കേട്ടല്ലോ. ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ്. ഒരുപാട് ശ്രമിച്ചിട്ട് പോലും എനിക്ക് എന്റെ ദേഷ്യം അടക്കാനാവുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ മനുഷ്യരൊക്കെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാനെന്തിനെ ശിക്ഷിക്കാനാ? പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവരവർക്കുള്ള ശിക്ഷ താനേ കിട്ടിക്കോളും. അതെ, ഇങ്ങോട്ട് നോക്കൂ മേഘം ചേട്ടാ. നദിയിലും കടലിലും ഫാക്ടറിയുടെ അഴുക്കും ചപ്പും ചവറും എല്ലാം വലിച്ചെറിയാണ് മനുഷ്യർ. എന്നിട്ട് ആസിഡ് റെയിനായി ഞങ്ങളെ കുറ്റം പറയുന്നു. കടലിലെ വെള്ളം നീരാവിയായി മാറി മുകളിൽ എത്തിയാൽ ഞങ്ങൾ മഴയായി പെയ്യുന്നു. തനിക്കറിയോ? നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കാറ്റ് വഴി പോവാണ്. എന്റെ അടുത്ത് അതിനൊരു നല്ല ഐഡിയ ഉണ്ട്. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷന് വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾ പേടിക്കണ്ട, ഞാനാണ് ഭൂതം ബോസ്. എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാനും പറ്റും. പക്ഷേ നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കണം. നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ പെർമിഷൻ കിട്ടുമെന്നേ. പക്ഷെ 1 കോടി രൂപ തരണം കേട്ടോ. ഡൺ സാറേ, അത് അഗ്രികൾച്ചർ ലാൻഡാണ്. കൃഷി എവിടെയാ? എല്ലാം ഫ്ലാറ്റ് ഉണ്ടാക്കി പണം ഉണ്ടാക്കല്ലേ? തോം വീണ്ടും വന്നോ? തന്റെ ജോലിന് നടക്കത്തില്ല. നോക്കൂ, എന്തായാലും നമുക്ക് ഷെയർ ചെയ്യാം. പെർമിഷൻ തരാനായിട്ട് 50 ലക്ഷമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് വളരെ കൂടുതലാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ. ഞങ്ങളെന്താ തക്കാളിയെ വെക്കുന്നത്? ഇവിടെ വന്നിട്ട് ബേരം പേശാനായിട്ടാ? വെറുതെ സമയം കളയല്ലേട്ടോ. എനിക്ക് 4 ചെറിയ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, വയസ്സായ അമ്മയുണ്ട്. എന്നാ പിന്നെ അങ്ങോട്ട് ചെന്ന് പരിചരിക്കണോ? പിന്നെ എന്തിനാ മാല കെട്ടാൻ ആശിക്കണേ? എന്റെ സേട്ടുവേ, നിങ്ങൾ മാല കെട്ടാനുള്ള സ്ഥലത്ത് കുട്ടികളുടെ പാർക്കാണത്. മനസ്സിലായോ? നിങ്ങളുടെ പണി നടക്കൂല ചേട്ടാ. ഷവി, എന്തുട്ട കിടന്നിങ്ങനെ പൊലമ്പുന്നത്? അത് തന്റെ സ്ഥലമാണോ? 50 ലക്ഷം പുള്ളി തന്നാലേ ആ നാഷണൽ പാർക്ക് ഇടിച്ചിട്ടേ നമ്മള് മാളുണ്ടാക്കി കൊടുക്കുന്നേ. എന്നാ ഓക്കെ സാർ, നാഷണൽ പാർക്കുള്ള സ്ഥലത്ത് ഞാൻ മാള് കെട്ടിക്കോളാം. അതിന്റെ വില 2 കോടിയാ. മര്യാദക്ക് പണം തന്നിട്ട് ആ പാർക്ക് നീ അങ്ങോട്ട് മേടിച്ചോ. ഓക്കെ, എന്നാ ശരി സാർ. ഏട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ? ആ പുഴയുടെ അരികത്ത് പ്ലാസ്റ്റിക് കമ്പനി കെട്ടാന്ന് പറഞ്ഞപ്പോ വരാന്ന് പറഞ്ഞിരുന്നോ? അതെ,
നമുക്ക് 5 കോടി തരാന്നാ പറഞ്ഞിരിക്കുന്നത്. സാറേ നിങ്ങൾ എന്തോ ഈ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ന്യായമൊക്കെ ഉണ്ടട്ടാ. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ ആലോചിക്കണ്ടേ? കാറ്റ്, മണ്ണ്, പിന്നെ വെള്ളം, ഈ 3 കാര്യത്തിലും വിഷം കലർത്തിക്കൊണ്ടേ ഇരുന്നാൽ നമ്മുടെ പ്രകൃതി എന്താവും? എവിടെയാണോ ഉള്ളത് ഈ വാർമിങ്? ഓഫീസിലെ AC, കാറിലെ AC, വീട്ടിലെ AC, എല്ലായിടത്തും തണുക്കുന്നുണ്ടല്ലോ. താൻ കുറച്ച് തണുക്കണോ, കൂടുതൽ ചിലക്കല്ലേട്ടാ. എൻവയറമെന്റിനെ കുറിച്ച് എല്ലാരും ടെൻഷനിലാണ്. പ്രകൃതിയെ രക്ഷിക്കാൻ എല്ലാരും ശ്രമിച്ചോണ്ടിരിക്കുകയാണ് സാറേ. എല്ലാരും ചെയ്യുന്നതല്ലേ, ഞങ്ങളൊരു 4 പേര് നന്നായിട്ട് എന്ത് കുന്തമുണ്ടാകാനാ? അത് ശരിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ പണമഴയാണ് പെയ്യുന്നത് അറിയാ. മറ്റുള്ളവരെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഇഷ്ട കൃഷിക്ക് വെള്ളം അല്ലെങ്കിൽ നമുക്കെന്താ? തുടർന്ന് 3 ദിവസം പെയ്ത മഴ കാരണം നാടിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് മഞ്ഞു കഷ്ണങ്ങൾ വീഴുന്നതായും വാർത്തകൾ ലഭിച്ചിരിക്കുന്നു. എന്തായാലും മുടിയെല്ലാം എടുത്തോളൂ, ഫ്രീ ആയിട്ട് നടക്കാലോ. എന്റെ തലയിൽ ഐസ് കെട്ടുകൾ വീണ് തലയൊക്കെ മുഴച്ചല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് എന്തോടെ സംഭവിച്ചേ? എല്ലാവരും അവരവരുടെ ക്യാബിനിലേക്ക് പോകും. ഓറഞ്ച് എനിക്ക് അലർജിയാണ്. ശാന്തരായിരിക്കൂ. മേഘം ചേട്ടാ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. ഞാനും എന്റെ 2 അസിസ്റ്റന്റ്സും, തക്കേലയും പിന്നെ പക്കേലയും. നിങ്ങൾ വിചാരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. മേഘം ചേട്ടാ, ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി. അതുവരെ ഞങ്ങൾ ഈന മീന ടീക്കയെ കണ്ടിട്ട് വരാം. ചിലരൊക്കെ അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അത് നോക്കിയിട്ട് വരാം. ഈന മീന ടീക്കയെ പോലുള്ള ആൾക്കാർ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കണം. അവരുടെ അത്യാഗ്രഹം കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ. അവര് ചെയ്ത ദ്രോഹത്തിന്റെയൊക്കെ ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. തക്കേല പക്കേല, വരൂ, നമുക്ക് ചെന്ന് പ്രശ്നങ്ങൾ തീർക്കാം. എന്തൊരു രസമല്ലേ, ഇഷ്ടായിപ്പോയി. മഴയത്ത് സ്വിമ്മിങ് ചെയ്യുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്, മനസ്സിലായോ? ഇടോ ഡിക്ക്, വീട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് നിർത്തിഷ്ട. നിങ്ങളുടെ ബംഗ്ലാവിന് എന്താ കുറവ്? അടിപൊളിയായിട്ടുണ്ടല്ലോ. തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കാരണം ഈ ലോകം മുഴുവൻ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എടോ, താൻ ആദ്യം ആരാണെന്ന് പറ. NGOയുടെ ആളാണോ അതോ ഹ്യൂമൻ റൈറ്റ്സിന്റെയോ അല്ലെങ്കിൽ കൃഷിനെ കുറിച്ചാണോ ഇങ്ങോട്ട് പറയാൻ വന്നത്? താൻ ആരായാലും ശരി, 10 കോടി ഡൊണേഷൻ നാളെ എത്തിക്കോളും കേട്ടോ. എടോ, താൻ ആദ്യം ആരാണെന്ന് പറ. ഞങ്ങൾ ഇവിടെ പണത്തിന് വേണ്ടിയല്ല വന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? മേഘങ്ങളൊക്കെ വളരെ ദേഷ്യത്തിലാണ്. മേഘത്തിന് ദേഷ്യാന്നാ പറയണ്. പെർമിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തില്. നമ്മള് കൊടുത്തല്ലോ. എന്താ ഏട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? പെർമിഷൻ ചോദിച്ചത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട പണവും കിട്ടി. അയാളെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ആകാശത്തുള്ള മേഘങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കുമുള്ള മേഘങ്ങൾ ഇപ്പോൾ ദേഷ്യത്തിലാണ്. എന്ത്? മേഘം ദേഷ്യത്തിലാണെന്നോ? ആരോ പറഞ്ഞത്? മേഘമാണ്. ഇതാണ് ഭൂതം ബോസ്. ഇദ്ദേഹമാണ് സംസാരിച്ചത്. അത് കൊള്ളാം. കണ്ടില്ലേ, ഭൂതം വന്നിട്ട് പറയാണത്ര മേഘത്തിന് ദേഷ്യാണെന്ന്. നമ്മളെന്താ വട്ടന്മാരാ? ഈ മണ്ടന്മാരെ പിടിച്ച് പുറത്താക്ക്.
എന്റെ വള്ളി ഇവര് ശരിക്കും എന്റെ ഭൂതം തന്നെയാണ് കേട്ടോ. ഭൂതം boss, എന്നോട് help ചെയ്യൂ. ബോസ് ഇത് മേഘൻ ചേട്ടന്റെ ശബ്ദമാണല്ലോ. പക്കേല പക്കേല, മേഘൻ ചേട്ടൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. വരൂ പോവാം. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ചെയ്താൽ ഡാം പൊട്ടിപ്പോകും. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്നൊന്ന് സഹായിക്കൂ. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളല്ലേ മഴ നിർത്തേണ്ടത്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെയിറ്റ് കുറെ കൂടിപ്പോയി. ഞങ്ങളിൽ ഒരുപാട് വെള്ളം നിറഞ്ഞിരിക്കുന്നു. എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യൂ. പക്കേല പക്കേല, പമ്പായി മാറും. വിഡ്ഢികളാണോ നിങ്ങൾ? വെള്ളം പുറത്തേക്കെടുത്ത് കളയുന്ന പമ്പായി മാറാനാണ് ഞാൻ പറഞ്ഞത്. മേഘൻ ചേട്ടാ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പൊ ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. താങ്ക് യു ബോസ്. ഫ്രണ്ട്സ്, നിങ്ങൾ കാരണം ഒരു വലിയ നാശത്തിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരായിരുന്നവർ ഇപ്പോഴും നന്നായിട്ട് തന്നെ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ അതായത് ഈന മീന ടീക്ക, ഇതുപോലെയുള്ള ആൾക്കാരെ വേണം നമ്മൾ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളും ഞങ്ങളുടെ കൂടെ വന്നോളൂ. വരൂ, നമുക്ക് ചെന്ന് പ്രശ്നം പരിഹരിക്കാം. ഇവരുടെ മീതെ ഇടിഞ്ഞു വീഴട്ടെ. ഒരു വാക്ക് പറഞ്ഞാ മതി. വേണ്ട, ആദ്യം അവര് നല്ലപോലെ ആസ്വദിക്കട്ടെ. എന്താണിത്? നീ എന്നെ ഒരുപാട് കഴിച്ചു, ഇനി കഴിക്കരുത്. ഇപ്പൊ ഞാൻ നിന്നെ കഴിക്കുന്നത് കണ്ടോളൂ. എന്റെ അമ്മോ, ആ ഭൂതങ്ങള് തിരിച്ചു വന്നിരിക്കുന്നുട്ടോ. സെക്യൂരിറ്റി, എന്റെ അമ്മോ, ഇത് അതേ ഭൂതം. ഓടിക്കോ, 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 ഓടിക്കോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ഇവറ്റങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. വേഗം അകത്തേക്ക് ഓടിക്കോ. നല്ല തണുപ്പ് തോന്നുന്നുണ്ടോ? ഇന്ന നിങ്ങൾക്കിനി ചൂടാണ് ആവശ്യം. മതിയാക്കൂ, ഞങ്ങളൊന്നും ചെയ്യില്ല.
ഗ്ലോബൽ വാർമിംഗ് ഉള്ളത് കൊണ്ട് വെയിൽ കാലത്ത് ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മേഘം ചേട്ടാ, കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 50 ഡിഗ്രി ടെമ്പറേച്ചറാണ്. വളരെ തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് ടെമ്പറേച്ചറും മൈനസിലാണുള്ളത്. ഞങ്ങളൊന്നും ചെയ്യല്ല, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യേ, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളോട് ക്ഷമിക്കണം. വേണ്ട വേണ്ട ഭൂതം ബോസ്, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളെ വിട്ടേക്കൂ. ഇവിടെ ഭയങ്കരമായിട്ട് തണുക്കുന്നു. പ്രകൃതിക്ക് മോശം വരുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ക്ഷമിക്കണേ പ്ലീസ്. ആദ്യം സത്യം ചെയ്യൂ. നിങ്ങൾ ഇല്ലീഗലായിട്ട് തുടങ്ങിയ എല്ലാ പ്രോജക്ട്സും ഉടൻ തന്നെ ക്യാൻസൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ശരി ശരി, ഞങ്ങൾ ക്യാൻസൽ ചെയ്തേക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ശരിക്കും പണം തിരിച്ചു കൊടുത്തേക്കാം. ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടേക്ക്. എന്റെ പൊന്നു ഭൂതം ബോസ്, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തേക്കാം. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു ജോലിയും ഞങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സബാഷ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താ മേഘൻ ചേട്ടാ, സന്തോഷമായോ? പക്ഷേ ഇവരെ പോലെ ലോകത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവരും മനസ്സിലാക്കിക്കോളും. ചിലർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അവരൊക്കെ മറ്റുള്ളവർക്ക് ചെന്ന് മനസ്സിലാക്കി കൊടുത്തോളും. ഞങ്ങളും വാക്ക് തരികയാണ്, ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ ഞങ്ങൾ മഴ പെയ്യിപ്പിക്കൂ. ബോസേ, ഈ സ്ഥലം ഒരു ഹിൽ സ്റ്റേഷൻ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ശരിക്കുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് പോവാ അല്ലേ? ഇപ്പൊ വേണ്ട, നമുക്ക് ഒരുപാട് ജോലി കിടപ്പുണ്ട്. വരൂ. ഭൂതം ബോസേ, എങ്ങോട്ടായി പോകുന്നത്? ഒന്ന് നിന്നേ. ഈ മഞ്ഞൊന്ന് ഒരുക്കിയിട്ട് പോകൂ. അവര് പോയല്ലോ, നമ്മള് കോഞ്ഞാട്ടയായി. അല്ലല്ല, അവര് നമ്മളെ ബുദ്ധിമുട്ടിച്ചാലോ? പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അവര് പ്രകൃതിക്കെതിരെ ഒന്നും ഇനി പ്രവർത്തിക്കുന്നില്ലെന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാം. വാവ്, ഫ്രഷ് എയർ. എനിക്ക് സന്തോഷം തോന്നുന്നു. ബോസ്, ഒക്കെ ശരിയായല്ലോ. ഇനി നമുക്ക് ഹോളിഡേ ആഘോഷിക്കാൻ പോയിക്കൂടെ? യെസ്, വരൂ. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോ, നിന്നെ എന്താ ചെയ്യാൻ പോണെന്ന്. എന്റെ അടുത്ത് തന്നെ മത്സരോ? കൊള്ളാം, എനിക്ക് ഈ കളി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭൂതം ബോസ്, നിങ്ങളും വന്ന് കളിക്കൂ. ഇവരെക്കാളും വലിയ ബോളായിട്ട് എടുത്തിടൂ. ഓക്കേ. ഭൂതം ബോസ്, നീ പറഞ്ഞത് ശരിയായിരുന്നു. എന്റെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് നിരപരാധികളാണ് ദ്രോഹിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് കറക്റ്റ് ആയിരുന്നു. അതെ, പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി തീർച്ചയായിട്ടും ശിക്ഷിക്കും. കണ്ടില്ലേ, കുട്ടികൾക്ക് പോലും ഈ കാര്യം മനസ്സിലായിരിക്കുന്നു.
മേഘം ചേട്ടാ, എല്ലാ കാര്യങ്ങളും കലങ്ങിത്തെളിഞ്ഞു. മാത്രമല്ല ഇനിയുള്ള തലമുറ അതൊക്കെ ശരിയാക്കിക്കൊള്ളും. ഇനിയിപ്പോ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. നീ വളരെ ബോറായിട്ടാ പറയുന്നതെങ്കിൽ എല്ലാവരും ഇരുന്ന് ഉറങ്ങും നീ ഒരുപാട് സംസാരിക്കാതെ നിന്നാണ്ടല്ലോ ഇവിടെ ഉള്ളവരൊക്കെ ഓടിപ്പോകും. എന്താ മനസ്സിലായോ? മനസ്സിലാക്കിക്കാൻ ഭൂതം ബോസ് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനാ ഉള്ളത്? ഇതിന്